സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിക്ടോക്ക് വീണ്ടും നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലീക്സും ഇൻഫർമേഷൻസും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോടെ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്ക് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്, ഒപ്പം തന്നെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നതെന്നൊക്കെയാണ്. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദിത്യ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കാം, അതായത് നമ്മുടെ പബ്ജി മൊബൈൽ എന്ന് പറയുന്ന ഗെയിം പബ്ജി മൊബൈൽ ഇന്ത്യയായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പോകുന്നതിനെ പറ്റി. അപ്പോൾ ഇതിനു മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. അപ്പോൾ തന്നെ മുകളിലായിട്ട് ഐക്കാർഡിലും വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ ഒരു വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പബ്ജിയുടെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവിന് പിന്നാലെയാണ് നമ്മുടെ ഈ ഒരു ടിക്ടോക്കിന്റെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവും. നമ്മുടെ ടിക്ടോക്ക് ഇന്ത്യയുടെ ഹെഡായ നിഖിൽ ഗാന്ധി ഇമെയിൽ ഇന്ത്യയിലുള്ള ടിക്ടോക്ക് എംപ്ലോയീസിനെ അറിയിച്ച കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇൻഫർമേഷൻസ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ഈ ഒരു ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ടിക്ടോക്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ബാൻ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ അവർക്ക് പരിഹരിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ വീണ്ടും അവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ തന്നെയാണ്. നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഇന്ത്യയിലേക്ക് വീണ്ടും ടിക്ടോക്ക് തിരിച്ചു വരുമെന്ന്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെയും ടിക്ടോക്കിന്റെ അത്രയും നല്ലൊരു ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം റിലീസ് ആയിട്ടില്ല. ഇപ്പം ടിക്ടോക്ക് ബാൻ ചെയ്തതിന് ശേഷം ഒരുപാട് ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോംസ് ആണ് വന്നത്. പക്ഷേ ഇതുവരെയും ടിക്ടോക്കിന്റെ അത്രയും ഒന്നും മികച്ചു നിന്നിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ യൂട്യൂബിലും ഇപ്പോൾ ഷോർട്സ് എന്ന് പറയുന്ന ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം വന്നു, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം വന്നു. അങ്ങനെ ഒരുപാട് ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോംസ് ഇപ്പം ടിക്ടോക്കിന് ശേഷം ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ടിക്ടോക്കിന്റെ അത്രയും ഇൻഫ്ലുവൻസ് മറ്റൊരു ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോംസിലും ഇന്ത്യയിൽ നേടാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ ഈ ഒരു ടിക്ടോക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പഴയ അക്കൗണ്ട് തീർച്ചയായിട്ടും തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IP അഡ്രസ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഒരു ടിക്ടോക്കിലെ സെർവറിലേക്കുള്ള നമ്മളുടെ ആക്സസ് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെ കയ്യിലുള്ള ഫോൺസിലും ഒരു IP അഡ്രസ് ഉണ്ട്. അപ്പം ഇന്ത്യയിൽ നിന്ന് ഏത് IP അഡ്രസ്സ് വഴി ഈ ഒരു ടിക്ടോക്കിന്റെ സെർവറിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കിയാലും അത് ബ്ലോക്ക്ഡ് ആകും. അപ്പോൾ അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡേറ്റാസ് ഒന്നും അവരുടെ സെർവറിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്ടോക്ക് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എന്തായാലും വീണ്ടും ടിക്ടോക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് റീലോഞ്ച് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് ഈ ഒരു ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയിരിക്കുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.